السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സജ്ദ സൂറത്തിലെ 10, 11 എന്നീ 2 ആയത്തുകളാണ്. മുമ്പുള്ള ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഈ 2 ആയത്തുകൾ ഓതാം. ശേഷം ആ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കും. ശേഷം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. എന്നാൽ പാരായണം തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ഇനി പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് വിവരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. ആദ്യത്തെ ഹർഫായ വാവ് ഉച്ചരിക്കുമ്പോൾ ഇവിടെ ഹർക്കത്ത് കൊടുത്തുകൊണ്ടുള്ള വാവാണല്ലോ വ. ഇങ്ങനെ ഹർക്കത്ത് കൊടുത്തുകൊണ്ടുള്ള വാവിൻ്റെ ഉച്ചാരണം 2 ചുണ്ടുകൾ തമ്മിൽ ഒരൽപ്പം വിടവോടുകൂടെയാണ് വ. എന്നാൽ മധ്യയായ വാവ് ഊ എന്നൊക്കെ നീട്ടുന്ന വാവിൻ്റെ ഉച്ചാരണം 2 ചുണ്ടുകളുടെ 2 തെല്ലുകൾ ചേർന്നിരിക്കുകയും നടുഭാഗം ഒരൽപ്പം തുറന്നിരിക്കുകയും ചെയ്യേണ്ടതാണ്. മഖ്റജിൻ്റെ ക്ലാസ്സിൽ വാവുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. കേൾക്കേണ്ടവർക്ക് കേൾക്കാവുന്നതാണ്. രണ്ടാമത്തെ ഹർഫ് വ ഓ ഖാഫാണ്. മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതാണ് ഖാഫ് കാഫായി പോകാൻ പാടില്ല. ഓ ഓ ഇങ്ങനെ തടുപ്പിച്ചുകൊണ്ട് തഫ്ഹീം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവ വിശേഷണത്തോടുകൂടെ അവസ്ഥയോടുകൂടെ ഉച്ചരിക്കണം. ق ق وقالوا أإذا أإ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ഹംസകൾ അടുത്തു വരികയും ആദ്യത്തെ ഹംസക്ക് ഫത്ഹും രണ്ടാമത്തെ ഹംസക്ക് കസറുമാണ്. അഇ. ഇവിടെ പലരും ഓതാറുള്ളത് ഐദ എന്നാണ്. ഐദ. രണ്ടാമത്തെ ഹംസയെ ശ്രദ്ധിക്കാറില്ല. യാ പോലെ ഒരൽപ്പം യാ പോലെ എന്ന് പറയാം. ഐദ. അങ്ങനെയല്ല. അഇദ അഇദ വഖാലൂ അഇദ. ദാലും ദാലായി പോകാൻ പാടില്ല. ലലൽന ലോ ലോ ലാദാണ്. ലാ ആയി പോകാനും പാടില്ല. ലാദിൻ്റെ മഖ്റജ് അറിയാലോ. നാവിൻ്റെ അരു നീളത്തിൽ വലതുഭാഗം അല്ലെങ്കിൽ ഇടതുഭാഗം ഏതു ഭാഗവുമാകാം അതിനോട് നേരിടുന്ന അണപ്പല്ലുകളോട് ചേർത്തുകൊണ്ടാണ് ലാദ് ഉച്ചരിക്കേണ്ടത്. കൂടെ തഫ്ഹീം അതേപോലെ തന്നെ ഇസ്തിഅല
ഇത്ബാഖ് ഇങ്ങനെയുള്ള സിഫത്തുകളൊക്കെ പാലിച്ചുകൊണ്ടാവണം. എന്നാൽ മാത്രമേ ലോ ലോ ഈ രൂപത്തിലുള്ള ആ ഒരു ശബ്ദം ഉണ്ടാവുകയുള്ളൂ. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അഖ്സ അങ്ങേയറ്റം ഉയരുക. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അങ്ങേയറ്റം അഖ്സ ഉയരലോടുകൂടെ നാവിൻ്റെ മധ്യം അല്ലെങ്കിൽ ഒരു ഭാഗം മേലെ അണ്ണാക്കോട് ചേരുക. ഈ സിഫത്തുകളും ഈ അവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് ഇങ്ങനെ ഉച്ചരിക്കണം. ലോ ലോ. വഖാലൂ അഇദാ ളലൽനാ ലോ ല ല ലാം നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. ലോ ലോ എന്നല്ല. ലോ ല. ളലൽനാ ഫിൽ അർളി ഫിൽ അർളി അർളി ഇവിടെയും ലാദാണ്. ഈ രൂപത്തിൽ തന്നെ ഉച്ചാരണമുണ്ടാവണം. ഈ രണ്ട് ഹംസകളും പ്രത്യേകം ശ്രദ്ധിക്കണം. തൊട്ട് മുമ്പ് നാം സൂചിപ്പിച്ചതാണ്. ഇന്ന ശദ്ദുള്ള നൂനാണല്ലോ, മണിക്കണം. ഇന്ന ലഫീ ഖൽഖിൻ ജദീദ്. ലഫീ ഖ ആണ്. ഖൽഖിൻ ഖൽഖിൻ ഖൽഖി ഖാഫ് ശ്രദ്ധിക്കണം. ഖൽഖിൻ ജ മണിക്കണം. ഖൽഖിൻ ഖാഫിന് തൻവീനാണ്, ശേഷം ജീം വന്നു, ഇഖ്ഫാ ചെയ്യണം. ഖൽഖിൻ ജ ജ ജ ജദീദ്. ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. ബൽ ഹും ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ജദീദിൻ ദാലിന് തൻവീനാണ്, ശേഷം ബാ വന്നു. സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് എന്ന് പറയുന്ന ആ ഒരു നിയമം നാം പ്രത്യേകിച്ച് പാലിക്കേണ്ടതാണ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറിക്കുക എന്നാണ്. അതായത് സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ബാ വന്നാൽ അവയെ, അതായത് നൂനിനെ അല്ലെങ്കിൽ തൻവീനെ മീമാക്കി മറിച്ച് ഉന്നത്തോടുകൂടെ ഉച്ചരിക്കണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ജദീദിൻ എന്ന പദവും ബൽ എന്ന പദവും ചേർത്തോതുമ്പോൾ ജദീദിൻ ബൽ ജദീദിൻ ബൽ ജദീദിൻ ബ ഇങ്ങനെ ഉച്ചരിക്കണം. ജദീദിൻ അവിടെയുള്ള തൻവീനെ മീമാക്കി മറിച്ചു ഉന്നത്തോടെ ഉച്ചരിക്കണം. അങ്ങനെ ഇഖ്ലാബ് ചെയ്യണമെന്ന് അറിയിക്കാൻ വേണ്ടി മുസ്ഹഫിലൊക്കെ അവിടെ ഒരു ചെറിയൊരു മീം എഴുതി കൊടുത്തതായും നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബൽ ഹും ബിലിഖാഇ ബൽ ഹും ബി അവിടെ സാക്കിനായ മീമിന് ശേഷമാണ് ബാ. മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ആണ്. ഇഖ്ഫാ ഉശ്ശഫവിയ എന്നാണ് അതിനെ പറയാം. മറച്ചു മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഉന്നത്ത് വേണം. ബിലിഖാ ബിലിഖാ ഖാഫാണ്, കാഫായി പോകാൻ പാടില്ല. ബിലിഖാഇ മദ് ചെയ്യണം, നന്നായി നീട്ടുകയും ചെയ്യണം. റബ്ബിഹിം കാഫിറൂൻ റ റ റാഇന് ഫത്ഹാണല്ലോ, തഫ്ഹീം തടിപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. റബ്ബിഹിം കാഫിറൂൻ. അടുത്തായത് قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. قل ഖാഫാണ്, കാഫായി പോകാൻ പാടില്ല. യതവഫ ഫ ആണ്. ഫ ഫ യതവഫാകും അവിടെ മണിക്കണം. സാക്കിന മീമിന് ശേഷം മീമാണ് ഇദ്ഗാമും ബിഗുന്ന. യതവഫാകും മലക്കുൽ മൗതി മൗതി താ ശ്രദ്ധിക്കണം. മൗതില്ലദി ദാലാണ്, ദാലായി പോകാൻ പാടില്ല. അല്ലദി വുക്കില ബിക്കും വുക്കി കാഫ് വുക്കില ബിക്കും സുമ്മ അവിടെ മണിക്കണം. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. ഇലാ റബ്ബിക്കും
തുർജഊൻ. അവിടെ ഇൽഹാർ ചെയ്യണം. സാക്കിനായ മീമിന് ശേഷം താ ആണ്. അല്ലാതെ ചിലരൊക്കെ ഓതുന്നത് പോലെ സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ എന്നല്ല, സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ വെളിവാക്കിയാണ് ഓതേണ്ടത്. മറ്റൊന്ന് തുർജഊൻ ഐനാണ്, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. ഇനി ഈ 2 ആയത്തുകളും നമുക്ക് സംഘമായി ഓതാം. ഓരോ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ ഓതുകയും ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഷരീഫ് തെറ്റുകൂടാതെ തജ്വീദ് അനുസരിച്ച് ഓതി പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.